കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ ഇത് പാർട്ട് 2 ആണ്. ആ വീഡിയോയുടെ പാർട്ട് 2 ഈ കാണുന്ന പേൾ ഓഫ് മെലോയാണ്. ഈ സൈസ് വരുന്ന പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചില പ്ലാന്റുകളൊക്കെ വളരെ കുറച്ച് നമ്പർ മാത്രമേ ഉള്ളൂ. വലിയ സൈസൊക്കെ ഉണ്ട്. ഈ സൈസ് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്ലാന്റുകൾ വളരെ കുറവേ ഉള്ളൂ. വലിയ മദർ പ്ലാന്റ് ടൈപ്പ് പ്ലാന്റുകളാണ് കൂടുതലായിട്ടുള്ളത്. അടുത്തത് ഈ ജയ്പോങ് നാരോയാണ്. സെൻസ്റ്റാറിൻ്റെ ഈ കാണുന്ന പ്ലാന്റാണ്. രേഖയാണ്. രാജം പ്ലാന്റ്സിൻ്റെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന സൈസിൻ്റെ പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോയുടെ ആദ്യം തന്നെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ആർക്കെങ്കിലും വേണമെങ്കിൽ. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത് സ്ക്രീനിൽ. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്ഥിരമായി ഓൺലൈനായിട്ട് പ്ലാന്റൊക്കെ വാങ്ങുന്നവരാണല്ലോ വീഡിയോ ഒക്കെ കാണുക. ഈ സെൻസ്റ്റാർ, ജയ്പോങ് നാരോ ഒക്കെയാണ് കണ്ടത്. അടുത്തത് ഈ കാണുന്ന ഡയമണ്ട് പിങ്കിൻ്റെ ഈ പ്ലാന്റാണ്. ഇതൊന്നും സീഡ്ലിംഗ് അല്ല, ഏകദേശം മദർ പ്ലാന്റോളം സൈസ് ആയതാണ്. ബ്യൂട്ടി റെഡിൻ്റെ ഈ പ്ലാന്റാണ് അടുത്തതായിട്ടുള്ളത്. പിന്നെ ഈ റെഡ് വൈനിൻ്റെ ഒന്നോ രണ്ടോ പ്ലാന്റുകളും ഉണ്ട്. റെഡ് വൈനിൻ്റെ അധികം പ്ലാന്റ് ഇല്ല. പിന്നെ ബാക്കിയുള്ള പ്ലാന്റുകളെല്ലാം മദർ പ്ലാന്റ് വിത്ത് ബേബീസോ മദർ പ്ലാന്റോ ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലരൊക്കെ പിന്നെ വീഡിയോ ഒക്കെ പതുക്കെ കണ്ടിട്ടൊക്കെ ചോദിക്കുക പ്ലാന്റ് ഉണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഈ പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളെന്ന്. ചില പ്ലാന്റ്സുകളൊക്കെ ആവശ്യത്തിന് അവൈലബിൾ ആണ്. ഇതെല്ലാ സെയിൽ വീഡിയോയിലുകളിലൊന്നും കാണാത്ത ഒരു പ്ലാന്റാണ്. മദർ പ്ലാന്റിൽ നിന്ന് തൈ അടർത്തി മാറ്റിയതാണ്. ഗ്രീൻ പപ്പായയുടെ ഒരു പ്ലാന്റ്. അടുത്തത് അഞ്ചുമാനി വൈറ്റ്, മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റാണ്. നല്ല കുറച്ച് വലുതായ പ്ലാന്റാണ്. അടുത്തത് ഇത് 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. ചെറിയ പ്ലാന്റുകൾ, വളരെ ചെറിയ പ്ലാന്റുകളായിരുന്നു വാങ്ങിയപ്പോൾ. ഇപ്പോൾ ഈ സൈസിലേക്ക് വലുതായതാണ്. അടുത്ത ഇതിൻ്റെ ഐഡി അത്ര ക്ലിയർ ആയിട്ട് അറിയത്തില്ല. നല്ല പിങ്ക് കളറൊക്കെ കയറി വരുന്നൊരു പ്ലാന്റാണ്. ചിലപ്പം കുങ്കുമിൻ്റെ വെറൈറ്റിയിൽ വല്ലതും പെടുന്ന പ്ലാന്റ് ആയിരിക്കും. കുറച്ചുകൂടെ ഒരു മദർ പ്ലാന്റ് മീഡിയം സൈസ് എബോ ആകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ. ഇത് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റാണ്. കുറച്ച് വലുതായി, ഇലയ്ക്കൊക്കെ വലിപ്പം വെച്ച് പീച്ച് കളറൊക്കെ കയറി വന്നു തുടങ്ങിയ പ്ലാന്റാണ്. ഇനിയിപ്പോൾ ഇത് യെല്ലോ ഫ്രോസണിൻ്റെ ഒരു മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത പ്ലാന്റാണ്. ഇനിയിപ്പം വേനൽ മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ വെച്ച് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പാർട്ടായിട്ട് സെയിൽ വീഡിയോ ഇടുന്നത്. അടുത്തത് ഇത് ഗോൾഡൻ പപ്പായയുടെ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത ഈ ചെറിയ പ്ലാന്റാണ്. ഗോൾഡൻ പപ്പായ, ഗ്രീൻ പപ്പായ ഒന്നും ഇപ്പം വീഡിയോകളിലൊന്നും കാണാറേ ഇല്ല. അടുത്തത് ഈ പ്ലാന്റാണ്. ഐഡിയ അറിഞ്ഞുകൂടാ. നല്ല പൂക്കളുടെ അടുക്ക് പോലുള്ള ഒരു പ്ലാന്റാണ്. നല്ല സിൽവർ കളറാണ്. അടുത്തത് ഈ റെഡ് ആപ്പിളിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റാണ്. റൂട്ടൊക്കെ താഴോട്ട് ഇറങ്ങിയ നല്ല ചെറിയ പ്ലാന്റ് ആണെന്നേ ഉള്ളൂ. ഇതൊന്നും അധികമില്ല. അതുകൊണ്ട് പിന്നെ എപ്പോഴേലും വീഡിയോ കാണുമ്പോഴൊന്നും പ്ലാന്റ്സ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇല്ലയെന്ന് പറയുമ്പോൾ ഒന്നും വിചാരിക്കല്ലേ. അടുത്തത് ഈ ബ്ലാക്ക് എമറാൾഡിൻ്റെ ചെറിയൊരു പ്ലാന്റാണ്. അടുത്തത് ഈ ബട്ടർഫ്ലൈയുടെ പ്ലാന്റാണ്. ബട്ടർഫ്ലൈയുടെ ചെറിയ പ്ലാന്റ് അല്ല, ഏകദേശം മീഡിയം സൈസോളം ആകാറായ, ഇലകൾക്ക് പാറ്റേണൊക്കെ കളറൊക്കെ തെളിഞ്ഞ തുടങ്ങിയ പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മളിപ്പോൾ നല്ല പോട്ടി മിക്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ഷൂട്ടുകളും ഒക്കെ ആയിട്ട് വന്ന് ബുഷിയായി വരുന്ന പ്ലാന്റാണ്. ഇത് റെഡ് എമറാൾഡിൻ്റെ ഒരു പ്ലാന്റാണ്. അത് ചിലത് സീഡ്ലിങ്സ് വലുതായതാണ്, ചിലത് മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തവയാണ്. അടുത്തത് ഈ റെഡ് സണ്ണിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റുകളാണ്. ഇത് സീഡ്ലിംഗ് ആണ്, ചെറിയ പ്ലാന്റുകൾ തന്നെയാണ്. നല്ല റെഡ് കളറൊക്കെ വരുന്ന, മദർ പ്ലാന്റ് ആയി കഴിയുമ്പോൾ നല്ല കളറൊക്കെ വരുന്ന പ്ലാന്റാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ കാണുന്നതിലെ ഏത് പ്ലാന്റ് എടുത്താലും 120 ഐഡി എന്തോന്ന് ക്ലിയറായിട്ട് പറയാൻ പറ്റാത്ത ഒരു സെറ്റാണ് ഈ കാണുന്ന പ്ലാന്റ്. പലതരമുണ്ട്. മെർലിനുണ്ട്. താങ്ക് യു.